സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദയം എഴുതിയ നോവൽ ഗൃഹപ്രവേശം തുടരുന്നു. ഭാഗം 6. എന്നാൽ കുട്ടനായരുടെ അടുത്ത് വിവരം ധരിപ്പിച്ചപ്പോഴുണ്ടായ പ്രതികരണം എന്തായിരുന്നു എന്നറിയുമോ വിനയൻകുട്ടിക്ക്? ഞാൻ നിരീക്ഷിച്ചില്ല, ഇങ്ങനെ പറഞ്ഞു കളയുന്നു. എന്തേ ഏട്ടൻ പറഞ്ഞത്? വിനയൻ ചോദിച്ചു. കാളിത്തള്ളയുടെ വളർത്തുമോളെ മതിയെന്നാണ് എൻ്റെ അനുക്കുട്ടൻ പറയണതെങ്കിൽ ദേശക്കാരറിയ മാനമായി ഞങ്ങൾ ആ കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോരുന്നു. തെക്കിനിയകത്തു നിന്ന് അനിയൻ്റെ ഉള്ളിൽ കുളിരു കോരി. വിനയൻ വല്ലാതെ വിളറി. അവൻ തിരിഞ്ഞ് മീനുവേട്ടത്തിയെ നോക്കി. മീനുവേട്ടത്തി മുഖം താഴ്ത്തി. വിനയൻ തെയ്യണ്ണിമേൻ്റെ മോളെ വിവാഹം ചെയ്യുന്നതിൽ കുട്ടന് തീരെ താല്പര്യമില്ലായിരുന്നുവെന്ന് അന്നൊക്കെ കേട്ടു. പക്ഷേ തൻ്റെ തള്ളയുമില്ലാതെ വഴിയിറമ്പിൽ വളർന്ന് നാടകം കളിച്ചും തോന്നിയാസം ജീവിച്ച് നടക്കുന്ന ആ ഒരു ചെറുമി പെണ്ണിനെ കൊണ്ടുവരണതിൽ ഒരു വിഷമവുമില്ലാത്രേ. എന്താ കഥ? അയാൾക്കിപ്പോൾ അനിയന്മാരുടെ ഉയർച്ചയോ താഴ്ചയോ ലക്ഷ്യം? അത് ഞങ്ങൾ ഈ അനിയന്മാർ ചിന്തിക്കുക അറിയുകയും ചെയ്താൽ പോരെ? പെട്ടെന്ന് ഉമ്മറവാതിലെത്തിയ അനിയൻ ചോദിച്ചു. ഉമ്മറത്തുള്ള എല്ലാവരും ഒരേയൊപ്പം നടുക്കത്തിൽ അവനെ നോക്കി. ഏഷണിയും ദൂഷണവും കൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ കാട് കയറ്റാന്ന് വിചാരിക്കേണ്ട മാഷേ. ഞങ്ങളുടെ കുട്ടേട്ടനെ പറ്റി പഠിപ്പിച്ചു തരാൻ മാഷ് ആരുമല്ല. ഓർക്കുന്നോ, ശ്രീനാരായണ ഗുരുവിൻ്റെയും അംബേദ്കറുടെയും പാഠങ്ങൾ എടുത്തപ്പോൾ ജാതി വിവേചനത്തിനെതിരെ മാഷ് രോഷം കൊണ്ടിട്ടുള്ളത്? എന്നിട്ടിപ്പോൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പഠിപ്പിക്കാനാവൂ കുട്ടി. മാഷ്ടെ സ്വരത്തിലെ വീറ് തണുത്തിരുന്നു. ഞാൻ എഴുതിയ കാര്യങ്ങളല്ലല്ലോ പഠിപ്പിച്ചത്, പുസ്തകത്തിൽ അച്ചടിച്ച് വന്നവയല്ലേ. ഏട്ടിലപ്പടി പയറ്റിലപ്പടി എന്ന് കേട്ടിട്ടില്ലേ? അനിയൻ ചിരിച്ചുപോയി തെല്ലുറക്കെ. മാഷ് ഒന്നുകൂടി ചെറുതായി. ആദർശം പ്രസംഗിക്കാനേ ആവൂ കുട്ടാ, ജീവിതത്തിൽ പകർത്തിയാൽ അടിമുടി കയ്പായിരിക്കും. എങ്കിൽ പിന്നെ പ്രസംഗിക്കാതിരുന്നൂടെ? അതല്ലേ അന്തസ്? അതിന് മറുപടി പറഞ്ഞത് ശ്രീധരനുണ്ണി നായരാണ്. ആദർശം ഒരു സ്റ്റിക്കറാണടോ. വേണ്ടപ്പം നെറ്റിയിലൊട്ടിക്കാം, വേണ്ടാത്തപ്പോൾ അടർത്തി പോക്കറ്റിലിടാം. ഈ ഭൂമിയിൽ അതൊക്കെയേ പറ്റൂ. നമ്മുടെ പത്രങ്ങളിലെ മാട്രിമോണിയൽ പരസ്യങ്ങൾ കാണാറില്ലേ? ജാതിയും ജാതകവും കുടുംബവും പണവും പദവിയും വേണ്ടാത്ര എത്ര പരസ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ മിടുക്കന്മാർ. എനിക്കും മിടുക്കില്ല. ഇല്ലയെന്ന് പറയണ്ട. ആ ചെറുമി പെണ്ണിനെ കെട്ടിയെടുത്ത് ഈ തറവാട്ടിൽ കൊണ്ടുവന്ന് കുടിപ്പാർപ്പിക്കാമെന്ന് തോന്നണുണ്ടല്ലോ. എന്താ അതിൻ്റെ ഒരു ദോഷം? നിങ്ങളെ ഈ നാട്ടിലുള്ള നായന്മാരൊന്നടങ്കം ഒറ്റപ്പെടുത്തും, അത്ര തന്നെ. കരയോഗം വിലക്കും. ഞങ്ങൾ നിസ്സഹായരായിരിക്കും. കല്യാണത്തിനും അടിയന്തരത്തിനും ഒന്നും ഒറ്റ എണ്ണം തിരിഞ്ഞു കയറില്ല. താഴത്തെ കളത്തിലുള്ളവരുടെ കഥ അറിയാമല്ലോ. ചുമ്മുക്കുട്ടിയമ്മയുടെ മോള് ക്രിസ്ത്യാനിയുടെ ഒപ്പം ഒളിച്ചോടിയ കാരണം ഇന്നും അവരെ ആരും ചാവിനും കല്യാണത്തിനും അറിയിക്കാറില്ല. ചത്താ വലിച്ചു കുഴിച്ചിടണമെങ്കിൽ അന്യജാതിക്കാരോ അന്യമതക്കാരോ വരേണ്ടി വരും. അല്ലെങ്കിൽ വല്ല പട്ടണത്തിലും പോയി താമസിക്കണം. ഇത് നാട്ടുമ്പുറമാണ്. സാരമില്ല, അന്യജാതിയിലും മതത്തിലുമുള്ളവർ വന്ന് കുഴിച്ചിട്ടാൽ ശരീരം ചെയ്യാൻ ജീർണിക്കുകയൊന്നും ഇല്ലായിരിക്കും. എങ്കിൽ ഞങ്ങളത് പ്രിസേർവ് ചെയ്ത് സൂക്ഷിച്ചോളാം. ശ്രീധരനുണ്ണി നായർക്ക് വീണ്ടും അരിശം കയറി. ഒരന്തവും കുന്തമില്ലാത്ത പൃഷ്ഠത്തെ ചോപ്പ് മാറിയിട്ടില്ലാത്ത ചെക്കനോടൊക്കെ വാദിക്കാൻ നിൽക്കണ എന്നെ വേണം അടിക്കാൻ. അയാൾ ദേഷ്യത്തിൽ തിരിഞ്ഞിരുന്നു. അനിയൻ പുഞ്ചിരിച്ചു. പേടിക്കണ്ട, ഞാൻ ഏതായാലും അടിക്കില്ല. വീട്ടിൽ കയറി വന്നതല്ലേ, വയസ്സിന് മൂപ്പുണ്ടല്ലോ. അതോടെ ഉണ്ണിനായരുടെയും ഉണ്ണിമാഷിൻ്റെയും മുഖങ്ങൾ ഒരുപോലെ ചുവന്നു തൊടുത്തു. അനിയ, നീ അകത്തു പോകുന്നുണ്ടോ? വിനയൻ ശാസിച്ചു. എന്തിന്? അനിയന് കൂസലേയില്ല. പണ്ട് തറവാട്ടെറിയത്ത് പെണ്ണുങ്ങൾ വന്ന് വല്ല ന്യായവും പറഞ്ഞാൽ കാരണവന്മാർ അകത്തു പോന്ന് ഗർജിക്കാറുണ്ടായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. ഇന്ന് പെണ്ണുങ്ങളും മടിക്കാതെ ന്യായം പറഞ്ഞു തുടങ്ങി. ഒരാണായ എനിക്കോ വിലക്ക്? ഒരു വിലക്കുമില്ല. അമ്പലമുറ്റമുണ്ടല്ലോ, കൂവിയാർക്കാൻ കൂടെ കുറെ കൂട്ടാളികളും. അന്തസ്സുള്ള ഒരു പയ്യനുണ്ട് ഈ വീട്ടിൽ. അവനെ കൂടി നാണം കെടുത്തും. ശ്രീധരനുണ്ണി നായരുടെ വകയായിരുന്നത്. അപ്പോഴും അനിയൻ പുഞ്ചിരിച്ചതേയുള്ളൂ. ചൂടാവാതെ ശ്രീധരനുണ്ണിയേട്ടാ, വെറുതെ ഊർജം നഷ്ടാവും. അനു, വിനയൻ വീണ്ടും അനിയനെ വകഞ്ഞു മാറ്റി. വേണ്ട, അവനെ തടയണ്ട, ഞങ്ങൾ പോയിക്കോളാം. ശ്രീധരനുണ്ണി നായർ എഴുന്നേറ്റു. പക്ഷെ ഒരു കാര്യം, അയാൾ തിരിഞ്ഞു നിന്നു. നമ്മൾ നായന്മാരാ. ചാട്ടയിൽ കയറ്റാൻ പലരും കാണും. പൊലപ്പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അതാണ് വിപ്ലവമെന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്യാൻ ഇവിടെ ഉണ്ടാവും കുറേ പേര്. ഒടുവിൽ അനുഭവിക്കാൻ നേരം താൻ മാത്രമേ കാണൂ. കുടുംബത്തിൽ ഒന്ന് പിഴച്ചാൽ മതി, പിന്നെ ആ കുടുംബത്തു നിന്ന് ബന്ധം കൂടാൻ പോലും ആരും തുനിയില്ല. പറയാനുള്ളത് പറഞ്ഞു. ഇനി നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോളൂ. ശ്രീധരനുണ്ണി നായർ ഒതുക്കിറങ്ങി. നമുക്കിറങ്ങാം മാഷേ, തിരിഞ്ഞ് കുഞ്ഞുണ്ണി മാഷോട് കൽപ്പിച്ചു. നിഴലായി കുഞ്ഞുണ്ണി മാഷ് ഇറങ്ങി. അവർ പടിപ്പുര കടന്നതും വിനയൻ പൊട്ടിത്തെറിച്ചു. എന്ത് തോന്നിയാസത്തിനാ നിൻ്റെ പുറപ്പാട്? ഞാൻ ഒന്നിനും പുറപ്പെടുന്നില്ലല്ലോ. മര്യാദയ്ക്ക് ഒതുങ്ങി ജീവിക്കുക. അനിയൻ പച്ചപ്പാവമായി ഒതുങ്ങി നിന്നു. എന്നിട്ട് അവർ പറഞ്ഞതെന്താ?
അവർക്ക് എന്താ പറയാൻ വയ്യാത്തത്? നാട്ടിലെ ദിവ്യന്മാരല്ലേ? ആദർശം സ്റ്റിക്കറാണെന്ന് പറഞ്ഞ് വിനയേട്ടനും കേട്ടുവല്ലോ. അതല്ല ഞാൻ ചോദിക്കണത്. അവർ പറഞ്ഞതിൽ വല്ല സത്യവും ഉണ്ടോന്നാണ്. വിനയേട്ടൻ ഉദ്ദേശിക്കുന്നത് ഗംഗയുടെ കാര്യമാകും. അതെ, വിനയൻ്റെ സ്വരം വിറച്ചു. അനിയൻ മന്ദഹസിച്ചു. എങ്കിൽ അവർ പറഞ്ഞത് സത്യമാണ്. അനു! അതൊരലർച്ചയായിരുന്നു. അടിക്കാനായി കയ്യോങ്ങി വിനയൻ അനിയനോടടുത്തതും മിന്നലിൻ്റെ വേഗത്തിൽ മീനുവേട്ടത്തി അവർക്കിടയിൽ വന്നു വീണു. രണ്ടുപേരെയും വകഞ്ഞു മാറ്റുന്നതിനിടയിൽ മീനുവേട്ടത്തി വിങ്ങിക്കരഞ്ഞു. തമ്മിൽ തല്ലി ചത്തോള്, എന്നിട്ട് വേണമല്ലോ കാഴ്ചക്കാർക്ക് കണ്ടു ചിരിക്കാൻ. അതിനു മുമ്പ് ഏട്ടനെ ഏട്ടത്തിയമ്മയും കൂടി തച്ചു കൊല്ല്, അതാ വേണ്ടത്. വിനയൻ മീനുവേട്ടത്തിയുടെ പിടിവിടുവിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു. അവർ വിട്ടില്ല. കുട്ടേട്ടൻ അനുവദിച്ചാലും ഏട്ടത്തിയമ്മ അനുവദിച്ചാലും ഞാൻ ഇതിനനുവദിക്കില്ല, തീർച്ച, വിനയൻ വിളിച്ചു പറഞ്ഞു. എന്തുകൊണ്ട്? അനിയൻ വിനയനെ തുറച്ചു നോക്കി. എനിക്കിവിടെ തല ഉയർത്തി നടക്കണോടാ. വിനയേട്ടൻ ധൈര്യമായി നടന്നോള്. വിനയേട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ ഒരു പണക്കൂമ്പാരത്തെ സ്വന്തമാക്കിയത്? ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ചെറ്റക്കുടി സ്വന്തമാക്കുന്നു. അതിലെന്താണ് ഇത്ര തെറ്റ്? ഞാൻ വിവാഹം ചെയ്തത് അന്തസ്സുള്ളൊരു തറവാട്ടിൽ നിന്നാണ്. ഒന്നാന്തരം നായന്മാരും ആരും എന്നെ ആക്ഷേപിക്കില്ല. 21-ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ടാണോ വിനയേട്ട ഈ ജൽപ്പിക്കുന്നത്? പഠിപ്പും ഉദ്യോഗവുമുള്ള വിനയേട്ടൻ പല ജാതിയിലും മതത്തിലുമുള്ളവരെ മുട്ടിയിരുന്നല്ലേ ഏട്ടൻ പഠിച്ചത്? ഇന്നും പല തൽക്കാരോടൊപ്പമല്ലേ ഏട്ടൻ ജോലി ചെയ്യണത്? വിദ്യാലയവും ഓഫീസും പൊതുസ്ഥലമാണ്. വീട് നമ്മുടെ സ്വകാര്യ സ്വത്തും. വീട്ടിനുള്ളിൽ സ്വന്തം ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം. സമ്മതിച്ചല്ലോ? അനിയൻ തന്ത്രപൂർവ്വം ചോദിച്ചു. എങ്കിൽ എൻ്റെ സ്വന്തം ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇണയായി ഒരു പെണ്ണ് വേണമെങ്കിൽ അത് ഗംഗ എന്ന അനാഥ പെൺകുട്ടി മതി. അവൾ ആരെന്ന് നിനക്കറിയോ? നന്നായി അറിയാം. അവളുടെ തന്ത വെളുത്ത ഒരു തമ്പ്രാനാവാനാണ് സാധ്യത. 20 വർഷം മുമ്പ് നമ്മുടെ ഈ പട്ടിക്കാട്ട് ഗ്രാമത്തിൽ ഏതോ പകൽമാന്യൻ, നമ്മുടെ ശ്രീധരനുണ്ണിയേട്ടനെ പോലെയോ കുഞ്ഞുണ്ണി മാഷെ പോലെയോ ഉള്ള ആരോ ഒരു ദിവ്യൻ കാണിച്ച കൊള്ളരുതായ്മയുടെ ഓർമ്മക്കുറിപ്പാണവൾ. ശരിയായിരിക്കാം. അവൾ ഈ വീട്ടിലെത്തിയാൽ ആളുകൾ കൂവി ആർക്കുക നമ്മളെ ആയിരിക്കും. ഒരു ന്യൂനപക്ഷം അഭിനന്ദിക്കാനും കാണും. സ്വന്തം ഒരു തൊഴിൽ പോലും ഇല്ലാത്തവനാണ് നീ. എങ്ങനെ ജീവിപ്പിക്കും? അതും മറക്കരുത്. ഗംഗയ്ക്ക് പ്രതാപിയായ ഒരു അച്ഛൻ്റെ അംഗീകാരമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടേട്ടൻ്റെ ഒപ്പം പാടത്തേക്ക് ഇറങ്ങും. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കണമെന്ന് നിനക്ക് നിർബന്ധം ഉണ്ട്. സത്യത്തിൽ ഇതുകൊണ്ട് കുടുംബത്തിന് നല്ല പേരേ ഉണ്ടാവൂ. സത്യസന്ധമായി ചിന്തിക്കുകയും നന്മയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്കത് മനസ്സിലാകും. ഏട്ടത്തിയമ്മ എന്തു പറയുന്നു? വിനയൻ മീനുവേട്ടത്തിയുടെ നേരെ തിരിഞ്ഞു. മീനുവേട്ടത്തി ഒന്നും അടിച്ചു. പിന്നെ വളരെ പതുക്കെ പറഞ്ഞു. ഗംഗ ഒരു പാവം കുട്ടിയാണ്. അതിനൊരു ജീവിതം. വിനയൻ അത്ഭുതത്തിൽ അവരെ നോക്കി. അപ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ രേവയെ വിവാഹം ചെയ്യണ കാര്യത്തിലേ എതിർപ്പുണ്ടായിരുന്നുള്ളൂ. വിനയൻ്റെ വാക്കുകളിൽ പരിഭവം കലിച്ചു. എന്നാര് പറഞ്ഞു? രേവയെപ്പറ്റി കേട്ടപ്പോഴേ എനിക്കിഷ്ടമായി. പിന്നെ നമ്മുടെ നിലയ്ക്ക് ചേരാത്ത വിധം ഉയർന്ന കുടുംബമായതുകൊണ്ടാണ് കുട്ടേട്ടൻ. മീനുവേട്ടത്തി വിക്കി. ഇതിപ്പം നമ്മുടെ നിലയ്ക്ക് ചേർന്നതായിരിക്കും. വിനയൻ പുച്ഛത്തിൽ ചിറി കൂട്ടി. നമ്മളെക്കാൾ താഴെയുള്ളവരാണ്. അതാണതിൻ്റെ മഹത്വവും. താഴെയുള്ളവരോടല്ലേ നാം കരുണ കാണിക്കേണ്ടത്? ഇഷ്ടം പോലെ കരുണ കാണിച്ചോള്. പക്ഷെ ഒരു കാര്യം, ആ പെണ്ണിനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നാൽ ഞാനും രേവയും പിന്നെ ഈ വീട്ടിലുണ്ടാവില്ല. ആ ഭീഷണി അനിയനെ ഏട്ടത്തിയമ്മയെ ഒരുപോലെ നടുക്കി. അവർ പകപ്പിൽ അന്യോന്യം നോക്കി. വിനയൻ പെട്ടെന്ന് അകത്തേക്ക് പോയി. പാദശബ്ദം കേട്ട് തിരിയുമ്പോൾ മീനുവേട്ടത്തിയും അനിയനും കണ്ടു. ഒരു കമ്പുകൊണ്ട് തൂമ്പയിലെ മണ്ണ് ചുരുട്ടിക്കൊണ്ട് കുട്ടേട്ടൻ. പൊടുന്നനെ അനിയനും അകത്തേക്ക് പോയി. മീനുവേട്ടത്തി ഭീതിയോടെ കുട്ടേട്ടനെ നോക്കി. ഇവിടെ നടന്നതെല്ലാം കണ്ടിരിക്കുമോ? തൂമ്പയിലെ മണ്ണ് ചുരുണ്ടി തീർന്ന ശേഷം കുട്ടേട്ടൻ മീനുവേട്ടത്തിക്ക് നേരെ മുഖമുയർത്തിയുള്ളൂ. ആ മുഖത്തെ അപൂർവ മന്ദഹാസം പോലും മീനുവേട്ടത്തിയെ ഭയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ആ മന്ദഹാസം കുട്ടേട്ടൻ മായാതെ സൂക്ഷിച്ചു. മീനുവേട്ടത്തിക്ക് അത്ഭുതമായിരുന്നു. കിടക്കറയിൽ വെച്ച് പോലും കുട്ടേട്ടൻ മനസ്സ് തുറന്നില്ല. എന്താവാം ഈ പേടിപ്പെടുത്തുന്ന ശാന്തതയ്ക്കിടയിൽ? അതോർത്ത് മീനുവേട്ടത്തിക്ക് ആദിയായി. ഒടുവിൽ ചോദിക്കുക തന്നെ ചെയ്തു. അനുവിൻ്റെ വിവരം അറിഞ്ഞിട്ടും എന്തേ ഈ മൗനം? അല്ലാതെ ഞാൻ എന്താ ചെയ്യുക? കുട്ടേട്ടൻ മീനുവേട്ടത്തിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അനുവും ഗംഗയുമായുള്ള ബന്ധം വിനയന് സമ്മതമല്ല. അവൻ്റെ സമ്മതമില്ലാതെ ഗംഗയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അതുമതി വിനയനും രേവയും പിണങ്ങിപ്പോവാൻ. അതവൻ സൂചിപ്പിക്കുകയും ചെയ്തു. അനിയനാണെങ്കിൽ ഗംഗയെ വേണ്ടെന്ന് വെക്കാനും പോണില്ല. അങ്ങനെ വരുമ്പോൾ ബാക്കി ചിന്തിക്കാൻ മീനുവേട്ടത്തി അശക്തയായി.
അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബം ശിഥിലമാവും. കുട്ടേട്ടൻ പൂർത്തിയാക്കി. എന്നിട്ട് എന്തേ ഈ മൗനം? നിസ്സഹായമാവുമ്പോൾ മൗനമല്ലേ നല്ലത്? കരയോഗക്കാരെ പിണക്കി വിടുകയും ചെയ്തു. പിണങ്ങണമെന്ന് നിർബന്ധമുള്ളവർ പിണങ്ങട്ടെ. എന്നാലും ഒരനാഥ കുട്ടിക്ക് പുതുജന്മം നൽകാനുള്ള അനുക്കുട്ടൻ്റെ തീരുമാനത്തെ ഞാൻ തടയില്ല. കുട്ടേട്ടൻ്റെ കണ്ണുകളിൽ നിശ്ചയദാർഢ്യം തിളങ്ങി. മീനുവിന് മറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെങ്കിലും മറിച്ചൊരഭിപ്രായം എനിക്കുണ്ടായിട്ടുണ്ടോ? കുട്ടേട്ടൻ പുഞ്ചിരിച്ചു. ആ മനസ്സ് മുഖത്തു പ്രകടമായി. ഒരു ദിവസം സ്വകാര്യത്തിൽ അനിയൻ മീനുവേട്ടത്തിയോട് തിരക്കി. ഗംഗയുടെ വിവരമറിഞ്ഞ് കുട്ടേട്ടൻ എന്തു പറഞ്ഞു? എന്തു പറഞ്ഞാൽ എന്താ? കുട്ടേട്ടനെക്കുറിച്ച് ചിന്തിച്ചിട്ടല്ലല്ലോ നിങ്ങൾ ഓരോന്ന് പ്രവർത്തിക്കണത്. മീനുവേട്ടത്തി മനഃപൂർവ്വം ഒരു പരിഭവം പറഞ്ഞതാണ്. അനിയനത് മനസ്സിലായി. അവൻ ചിരിച്ചുപോയി. എൻ്റെ കുട്ടേട്ടൻ എന്നെ അഭിനന്ദിക്കുകയേ ചെയ്യുള്ളെന്ന് എനിക്കറിയാം. ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര സങ്കടമുണ്ടായാലും നിങ്ങൾ കാട്ടുന്ന കുരുത്തക്കേടുകൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാനല്ലേ അദ്ദേഹത്തിന് കഴിയൂ. ഈ പറയണ മീനുവേട്ടത്തിയോ ഏട്ടത്തിയമ്മയ്ക്ക് ഇഷ്ടമല്ലെന്നുണ്ടോ? എൻ്റെ ഇഷ്ടം എന്തായാലെന്താ? വീണ്ടും കള്ളപ്പരിഭവം. ചുണ്ടിൽ പൊട്ടി വന്ന ചിരി അവർ കടിച്ചൊതുക്കി. ഗംഗ ഹരിജനായതുകൊണ്ടാണോ? മീനുവേട്ടത്തി മറുപടി പറഞ്ഞില്ല. അവൾ 10ാം തരം പഠിച്ചതാണ്. ഹരിജനായതുകൊണ്ട് സർക്കാരിൻ്റെ ആനുകൂല്യമെങ്കിലും അവൾക്ക് ലഭിക്കും. അതുകൂടി ഇല്ലാത്തവനാ ഞാൻ. നായരാത്രേ. എന്താ അതുകൊണ്ടൊരു ഗുണം? മതി പ്രസംഗം. മീനുവേട്ടത്തിക്ക് ശുണ്ഠി വന്നു. ഏട്ടത്തിയമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വേണ്ടെന്ന് വെച്ചേക്കാം. നിന്റെ വിനയേട്ടൻ്റെ അടവല്ലേ അത്? ഞാൻ വിനയനല്ല, അനിയനാ. മീനുവേട്ടത്തിക്ക് വേണ്ടി നിങ്ങൾ ആരും ത്യാഗം ചെയ്യണ്ട. കുട്ടേട്ടനെ ഓർത്താൽ മതി. ആ മനസ്സ് വേദനിപ്പിക്കാതിരുന്നാൽ മതി. അനിയൻ്റെ മുഖത്തെ തമാശ മാഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ കുട്ടേട്ടന് ഇഷ്ടമല്ലേ ഞാനും ഗംഗയുമായുള്ള ചെങ്ങാത്തമാണോ ഇത്? അങ്ങനെയും പറയാം. അതിൽ കുട്ടേട്ടന് സങ്കടമുണ്ടോ? ഇഷ്ടക്കേടുണ്ടോ? പറയേട്ടത്തിയമ്മേ. കുട്ടേട്ടൻ പിണങ്ങിയാണോ? അവന് കരച്ചിൽ വന്നു. അനിയന്മാരോട് പിണങ്ങാൻ നിങ്ങളുടെ കുട്ടേട്ടന് കഴിയോ? നീ തന്നെ ആലോചിച്ച് നോക്ക്. ഇല്ല, എനിക്കറിയാം ഇല്ലെന്ന്. അവൻ കണ്ണു തുടിച്ചു. പക്ഷെ നീയും വിനുവും തമ്മിൽ പിണങ്ങരുത്. അതേയുള്ളൂ കുട്ടേട്ടന് പേടി. വിനുവും രേവയും ഈ വീട് വിട്ടു പോകാൻ ഇടയാവരുത്. അതിൻ്റെ അർത്ഥം ഞാൻ ഗംഗയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുതരുന്നല്ലേ? ശരി, ഞാൻ ആ കുടിയിലേക്ക് പോയിക്കോളാം. അതും കുട്ടേട്ടന് സങ്കടാവില്ലേ? നിങ്ങൾ രണ്ടാളും ഒരിക്കലും പിരിയരുതെന്നാണ് കുട്ടേട്ടൻ്റെ ആഗ്രഹം. എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഏട്ടത്തിയമ്മ പറഞ്ഞു തരൂ. അവൻ്റെ കണ്ണുകൾ വീണ്ടും ഈറനായി. തൽക്കാലം എടുത്തുചാട്ടത്തിനൊന്നും പോകരുത്. അത്രേ വേണ്ടൂ. ഇക്കുറിയെങ്കിലും പരീക്ഷ എഴുതി പാസ്സാകണം. സങ്കടത്തിലും അവൻ ചിരിച്ചുപോയി. ഇനിയും പരീക്ഷ എഴുതാനോ? എന്താ എഴുതിയാൽ? കുട്ടി അത്രയ്ക്ക് വയസ്സനായോ? എഴുതിയാൽ മാത്രം പോരാ, പാസ്സാവണം. എന്നിട്ട് മാന്യമായൊരു ജോലി നേടിയെടുക്കണം. അത് കഴിഞ്ഞ് മതി ബാക്കി കയ്യാങ്കളിയൊക്കെ. അവൻ നനഞ്ഞൊരു ചിരിയുമായി ഉത്തരം മുട്ടി നിന്നു. മീനുവേട്ടത്തി സംസാരം നിർത്തി അടുക്കള ജോലിയിൽ മുഴുകി. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഓർക്കാതിരിക്കെ ഒരു ഉച്ചയ്ക്ക് തെയ്യുണ്ണിമേനോൻ രേവയെ തേടിയെത്തി. ഏറ്റവും വിസ്മയം രേവയ്ക്ക് തന്നെയായിരുന്നു. അച്ഛനെ പിണക്കി വീട്ടിൽ നിന്നും പാതിരാവിൽ ഇറങ്ങിപ്പോന്നവളാണ്. എന്നിട്ടും അച്ഛൻ തന്നെ തേടി വന്നിരിക്കുന്നു. ചേറ് നിറഞ്ഞ പാടവരമ്പ് താണ്ടി അച്ഛൻ മുറ്റത്തെത്തിയതും അവൾ ഓടിയെത്തി കെട്ടിപ്പിടിച്ചു. എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛൻ! അവൾ കിതച്ചു. അത്രയ്ക്കൊരാനന്ദം ആ വീട്ടിലെത്തിയിട്ട് മുമ്പ് ഒരിക്കലും അവൾ പ്രകടിപ്പിച്ചിട്ടില്ല. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ നിധിയാണ് മടക്കി കിട്ടിയിരിക്കുന്നത്. അനുരഞ്ജനത്തിൻ്റെ മാർദ്ദവം തെയ്യുണ്ണിമേനോൻ്റെ പെരുമാറ്റത്തിലും ദൃശ്യമായി. രേവമോൾ എന്നും ഒരു ദൗർബല്യമായിരുന്നു. അവളെ പ്രസവിച്ച് ഏതാണ്ട് 1 വർഷത്തോളം ഭാഗി ഗർഭാശയാസുഖം നിമിത്തം ചികിത്സയിൽ കഴിയേണ്ടി വന്നു. അന്ന് രേവമോൾ തൻ്റെ നെഞ്ചിൽ കിടന്നാണ് വളർന്നത്. ഏറ്റവും ചെറിയ കുട്ടി. അവൾക്ക് അമ്മയെക്കാളും സ്ഥായിയും അച്ഛനോടായിരുന്നു. ആരോടുള്ള വാശിക്കും അവളെ ഉപേക്ഷിക്കാൻ വയ്യ തന്നെ. തെയ്യുണ്ണിമേനോന് പിന്നിൽ നിഴലായി ഗോവിന്ദൻ നായരും ഉണ്ടായിരുന്നു. മേനോൻ മുമ്പില്ലാത്ത സൗഹൃദമാണ് കുട്ടേട്ടനോട് കാണിച്ചത്. കുട്ടേട്ടന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ മേനോന് വല്ല മനപരിവർത്തനവും അദ്ദേഹം സംശയിച്ചു. എന്നാൽ സംസാരത്തിനിടയിൽ മേനോൻ്റെ നിഗൂഢ താല്പര്യം പുറത്തു ചാടി. ഏതായാലും വിനയൻ ഈ ഗ്രാമം വിട്ടുപോരില്ല. എനിക്കാണെങ്കിൽ രേവമോളെ കാണാതിരിക്കാനും വയ്യ. അപ്പോഴാണൊരാശയം. മോൾക്ക് വേണ്ടി എൻ്റെ വ്യവസായം ഇവിടേക്ക് കൂടി വ്യാപിച്ചാലോന്ന്. കുട്ടേട്ടനൊന്നും മനസ്സിലാവാതെ വായി തുറന്നിരുന്നു. പോട്ട് കമ്പനിയുടെ ഒരു യൂണിറ്റ് ഇവിടെയും സ്ഥാപിച്ചാലോന്നാണ്. നല്ല ഒന്നാന്തരം മണ്ണ് ഇഷ്ടികയ്ക്കും കൊള്ളും. കുട്ടേട്ടൻ നടുക്കം മറിക്കാൻ പാടുപെട്ടു. പട്ടിക്കാടായതുകൊണ്ട് ചില്ലറ കാശിന് വാങ്ങുകയും ചെയ്യാം. സംഗതി സാധിച്ചാൽ രേവയുടെ പേരിൽ അത് കൊടുക്കാം. വിനയൻ്റെ ഒരു കണ്ണും ചെല്ലുമല്ലോ. ഇവിടെ തന്നെ അവർക്കൊരു വീടും പണിയിച്ചു കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഏട്ടാനുജന്മാർ തമ്മിൽ പിരിയണ പ്രശ്നവും ഇല്ല.
കുട്ടേട്ടൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് നമ്മുടെ കസ്റ്റഡിയിൽ എടുക്കുന്ന ചുമതല ഞാൻ കുട്ടനായരെ തന്നെ അങ്ങ് ഏൽപ്പിക്കുക. മേനോൻ്റെ ഉദ്ദേശം വ്യക്തമായതും കുട്ടേട്ടൻ്റെ മുഖം ഇരുണ്ടു. മുതലാളി എവിടെയും എപ്പോഴും മുതലാളി തന്നെ. കമിഴ്ന്ന് വീണാലും കാൽ പണം. മക്കളോടുള്ള ബന്ധം പോലും വ്യാവസായികം. മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ലാഭേച്ഛ. ഗവൺമെൻറ് ഉടമയിൽ ഇവിടെ എവിടെയോ ഫാക്ടറി വരാൻ പോണെന്ന് കേട്ടു. ഗവൺമെൻറ് എടുത്താൽ മണ്ണിന് പൊന്നും വിലയെന്നും പറഞ്ഞ് ഇത്തിരി നക്കാപ്പിച്ച കിട്ടിയാലായി. അതുകൊണ്ട് എന്തായി? ഗവൺമെൻറ് ഉടമയിൽ ഫാക്ടറിയോ? ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. കുട്ടന് അതിശയമായി. പരസ്യമാക്കിയിട്ടില്ല. പദ്ധതിയുടെ കരട് രേഖകൾ തയ്യാറാവണേ ഉള്ളൂ. അധികം വൈകാതെ ഗസറ്റിൽ പരസ്യപ്പെടുത്തിയേക്കും. സംഭാഷണം സ്വാഭാവികവും അനായാസകരവുമായിരിക്കാൻ മേനോൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഗവൺമെൻറ് ഉടമയിൽ ഫാക്ടറി വന്നാൽ കുറേ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്നൊരു നേട്ടമുണ്ട്. പക്ഷേ അതിനായി ഫലഭൂയിഷ്ടമായ ഒന്നാന്തരം കൃഷിഭൂമികളും മനുഷ്യർ ഇടതിങ്ങി പാർക്കണ സ്ത്രീത്വമുള്ള ഗ്രാമങ്ങളും തിരഞ്ഞെടുക്കുന്നത് കഷ്ടമാണ്. വല്ല തരിശു ഭൂമികളിലും ഫാക്ടറികൾ ഉണ്ടാക്കട്ടെ. കുട്ടേട്ടൻ പറഞ്ഞു. ഏറ്റവും അപകടകരം പരിസര മലിനീകരണമാണ്. അത് തടഞ്ഞേ പറ്റൂ. മേനോൻ ചേർന്ന് പറഞ്ഞു. ആ വാക്കുകളിലെ ആത്മാർത്ഥതയില്ലായ്മ കുട്ടേട്ടനെ ചൊടിപ്പിച്ചു. അപ്പോൾ ഈ ഓട്ട് കമ്പനികളും ഇഷ്ടികക്കളങ്ങളുമോ? പാടശേഖരങ്ങൾ മുഴുവൻ കായലായി തീരില്ലേ? ഇഷ്ടികപ്പുരയിൽ ഇറങ്ങും മുമ്പ് വയറ്റിലേക്ക് വല്ലതും ചെല്ലണ്ടേ? മണ്ണിന് നല്ല പ്രതിഫലം കിട്ടൂലോ. അതുകൊണ്ട് ചെലവ് കഴിഞ്ഞൂടെ? കുറേയേറെ മനുഷ്യർക്ക് തൊഴിലുമാവും. തൊഴിലും പണവും കിട്ടും, സമ്മതിച്ചു. ഭക്ഷണമോ? അതാണ് ഞാൻ ചോദിക്കണത്. മേൽമണ്ണ് നഷ്ടമായാൽ പിന്നെ ഭൂമിയിൽ കൃഷി ഇറക്കാൻ പറ്റുമോ? ദേശം മുഴുവനുള്ള പാടശേഖരങ്ങളും ഇഷ്ടികക്കളങ്ങളായി കായൽ കുഴിച്ചാൽ പിന്നെ എവിടെ മനുഷ്യൻ കൃഷി ഇറക്കും? ദേശം മുഴുവൻ കായലാവണില്ല. ഇവിടുത്തെ മണ്ണ് ഓടിനും ഇഷ്ടികയ്ക്കുമൊക്കെ പറ്റാതായതുകൊണ്ട്. മേനോൻ്റെ സ്വരത്തിലെ ഊർജം നഷ്ടമായി തുടങ്ങി. ഇന്നിവിടെ കായൽ കുഴിക്കും, നാളെ മറ്റൊരിടത്ത്. അങ്ങനെയാണ് നാശം വളരണത്. ഏതായാലും ഞാനിതിന് കൂട്ടുനിൽക്കില്ല. കുട്ടേട്ടൻ്റെ ശബ്ദം ദൃഢമായി. നമ്മൾ ബന്ധുക്കളാണ്. നാട്ടുകാരോടുള്ളതിലേറെ പരിഗണന എന്നോട് കാണിക്കേണ്ടതല്ലേ? കുട്ടേട്ടനെ ദുർബലനാക്കാൻ ഒരു ശ്രമം കൂടി. കുട്ടേട്ടന് വെറുപ്പാണ് ഉണ്ടായത്. കാര്യം കാണാൻ വേണ്ടി കഴുതയുടെ കാല് പിടിക്കാൻ തയ്യാറുള്ളവനാണ് മേനോനെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ബന്ധുവെന്ന പരിഗണന ശരിക്കുമുണ്ട്. പക്ഷേ പട്ടണത്തിലുള്ള ബന്ധുവിന് വേണ്ടി സ്വന്തം നാട്ടുകാരെയും അയൽക്കാരെയും എൻ്റെ ദൈവമായ മണ്ണിനെ ഒറ്റിക്കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങളുടെ ചിന്താഗതി തികച്ചും ബാലിശമാണ് കുട്ടനായരെ. മേനോൻ സ്വരത്തിൽ പൊടുന്നനെ വെറുപ്പും ധാർഷ്ട്യവും. ആയിക്കോട്ടെ, പല കാര്യങ്ങളിലും ഞാൻ ഇപ്പോഴും ഒരു ബാലനാണ്. സംസാരം നിർത്തിയെന്നോണം കുട്ടൻ എഴുന്നേറ്റു. മേനോൻ്റെ മുഖം അപമാനം കൊണ്ട് ചുവന്നു. ഇങ്ങോട്ട് അനുരഞ്ജനത്തിനെത്തിയിട്ടും പിണങ്ങിപ്പിരിയേണ്ട ഗതികേടുണ്ടായതിൽ മേനോൻ തികച്ചും ക്രുദ്ധനായി. ധർമ്മസങ്കടത്തിലായത് വിനയനും രേവയുമാണ്. രേവയ്ക്ക് കുട്ടേട്ടനോടുണ്ടായിരുന്ന ഇത്തിരി ദയയും കൂടി നഷ്ടമായി. രേവയുടെ അച്ഛൻ ഇങ്ങോട്ട് കോംപ്രമൈസിനെത്തിയിട്ടും അപമാനിച്ചയച്ചതിൽ വിനയനും ഏട്ടനോട് ദേഷ്യം തോന്നി. എന്നാൽ കുട്ടേട്ടനോട് വാദിക്കാനോ തർക്കിക്കാനോ കുട്ടേട്ടനെ തങ്ങളുടെ വഴിയിലേക്ക് ബലമായി കൊണ്ടുവരാൻ ശ്രമിക്കാനോ വിനയന് ധൈര്യമുണ്ടായില്ല. പിണങ്ങിപ്പോയെങ്കിലും മേനോൻ വെറുതെ ഇരുന്നില്ല. കുട്ടേട്ടൻ്റെ സഹായമില്ലാതെ തന്നെ കാര്യം സാധിക്കാനുള്ള ശ്രമത്തിലായി അയാൾ. മേനോനു വേണ്ടി ഗോവിന്ദൻ നായർ ഉൾപ്പെട്ട ഒരു സംഘം ഗ്രാമത്തിലെത്തി നിലമുടമകളെ പ്രലോഭിപ്പിക്കാനും ആസന്നമായ ഗവൺമെൻറ് ഫാക്ടറിയുടെ ദോഷവശങ്ങളെക്കുറിച്ചും അതുണ്ടാക്കുന്ന പരിസര മലിനീകരണത്തെക്കുറിച്ചും പ്രചരിപ്പിക്കാനും തുടങ്ങി. കുറേ ശലഭങ്ങൾ അഗ്നിയിൽ മോഹിച്ചു, ചിലതെല്ലാം ശങ്കയിൽ പിൻവാങ്ങി. വിവരമറിഞ്ഞതും കുട്ടേട്ടൻ ദേശക്കാരെ വിളിച്ചും അയൽക്കാരനായ ശങ്കുമാനും കുരുമുളക് വ്യാപാരി ചാക്കുണ്ണി മാപ്പിളയുമെല്ലാം കുട്ടേട്ടൻ്റെ ഭാഗത്തായിരുന്നു. പാടശേഖരങ്ങളിൽ നെൽച്ചെടികൾക്കൊപ്പം പ്ലക്കാർഡുകളും നിവർന്നു നിന്നു. പാടശേഖരങ്ങൾ കായലുകളാക്കാൻ അനുവദിച്ചുകൂടാ. മേൽമണ്ണ് നഷ്ടമാകുമ്പോൾ ഭൂമിയുടെ ജീവനാണ് നഷ്ടമാകുന്നത്. ജീവൻ്റെ ആധാരം ഭൂമിയിലെ മേൽമണ്ണാണ്. ഞങ്ങൾക്ക് ഇഷ്ടികമാളികൾ വേണ്ട. ശുദ്ധവായുവും ശുദ്ധജലവും നെല്ലരിക്കഞ്ഞിയും അത് നഷ്ടമാക്കുന്ന പരിഷ്കരണങ്ങൾ വേണ്ട. യോഗങ്ങൾ വിളിച്ചു കൂട്ടപ്പെട്ടു. കൃഷിഭൂമിയും മേൽമണ്ണ് സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും കുട്ടേട്ടനടക്കം പലരും പ്രസംഗിച്ചു. അന്തരീക്ഷത്തിൽ ഉത്ബോധനങ്ങൾ മുഴങ്ങി. കുട്ടേട്ടനോട് ഏറ്റവും അധികം വിയോജിപ്പ് പ്രകടിപ്പിച്ചവർ വിനയനും രവിയുമായിരുന്നു. അവർ വീട്ടിനുള്ളിൽ അടച്ചിരുന്നു. തെയ്യുണ്ണിമേനോൻ വീണ്ടും ഗ്രാമം സന്ദർശിച്ച ദിവസം നാട്ടുകാർ ഒറ്റക്കെട്ടായി നിന്ന് അയാൾക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഗ്രാമം ഒന്ന് സജീവമായി. തെയ്യുണ്ണിമേനോൻ വിനയനെ വിളിച്ചു വരുത്തി. കണ്ടോ തൻ്റെ ഏട്ടൻ്റെ ചെയ്തികൾ? എനിക്കെതിരെ, അതായത് നിനക്കും എതിരെ. ഇനിയെങ്കിലും തറവാട് വിട്ട് പുറത്തു വരാൻ ധൈര്യമുണ്ടോ? വിനയൻ നിശബ്ദം നിന്നതേയുള്ളൂ.
മേനോൻ രേവയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ മുഖം താഴ്ത്തിക്കളഞ്ഞു. മേനോൻ പല്ലിറുമി വണ്ടി പിന്നിലേക്ക് എടുത്തു. തിരികെ നന്ദനത്തെ ബംഗ്ലാവിലെത്തിയതും മേനോൻ തൻ്റെ വക്കീലിനെ വരുത്തി സകല സ്വത്തും ഭാര്യയ്ക്കും രേവയൊഴിച്ചുള്ള മക്കൾക്കുമായി വീതിച്ചു. എൻ്റെ ഇളയ മകൾ രേവയ്ക്ക് വേണ്ടി എൻ്റെ വക ഒരു നയാ പൈസ നീക്കി വെക്കണ്ട. അവളിനി എൻ്റെ മകളല്ല. ഭാഗാധാരം പിറ്റേന്നാൾ തന്നെ രജിസ്റ്റർ ചെയ്തു. വിവരമറിഞ്ഞ് രേവ തകർന്നുപോയി. അവൾ കിടക്കിയിൽ കമിഴ്ന്ന് വീണ് ഏങ്ങലടിച്ചു. ഷീ ഈസ് ബിക്കമിങ് എ മദർ. രേവ അമ്മയാവുകയാണ്. വിനയൻ്റെ സുഹൃത്തു കൂടിയായ ഡോക്ടർ ദിനകറാണത് കണ്ടുപിടിച്ചത്. തുടർച്ചയായി അനുഭവപ്പെട്ട ആലസ്യത്തിൻ്റെ കാരണം തിരക്കി ചെല്ലുമ്പോഴാണ് അതറിഞ്ഞത്. കോരിത്തെരിപ്പിൽ വിനയൻ രേവയുടെ നേർക്ക് കണ്ണുകൾ അയച്ചു. ആ മുഖത്ത് അപ്പോഴും തളർന്ന നിർവികാരത. ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിൽ നിന്നും പുറത്ത് കടന്നപ്പോൾ രേവ വിനയൻ്റെ കാതിൽ പറഞ്ഞു, നമുക്കിത് വേണ്ടാട്ടോ വിനു. വിനയൻ ഞെട്ടലോടെ അവളെ തുറച്ചു നോക്കി. ഇത്ര നേരത്തെ എന്തിനാ? നേരത്തെയോ? ആ ഗുഹയിലെ താമസത്തിനിടയിൽ ഈ ഭാരം കൂടിയായാൽ വയ്യ എനിക്ക്. അവൾ വരണ്ട ചുണ്ട് നാവുകൊണ്ട് നനച്ച് അവൻ്റെ പിന്നിൽ നടന്നു. വിനയൻ്റെ വീട്ടിലെ ഇടുങ്ങിയ മുറികളെയും മരച്ചുവരുകളെയും അവൾ എന്നത്തേതിലും അധികമായി വെറുത്തു തുടങ്ങി. ഉടനെ ഒരു കുട്ടിയെ അവൾ ആഗ്രഹിച്ചില്ല. ഈ മുഷിഞ്ഞ ഗ്രാമത്തിന് വെളിയിൽ ചെറുതെങ്കിലും ഒരു താവളമായിരുന്നു അവൾക്ക് ആദ്യ ആവശ്യം. അത് ലഭിച്ചില്ലെന്ന് മാത്രമല്ല, ആഗ്രഹിക്കാത്ത സമയത്ത് അടിച്ചേൽപ്പിക്കപ്പെട്ട മാതൃത്വവും. അവൾക്ക് വിനയനടക്കം എല്ലാവരോടും ദേഷ്യമായി. തൊട്ടതിനൊക്കെ അവൾ പൊട്ടിത്തെറിച്ചു. രേവയുടെ മിനുങ്ങി വികസിപ്പിക്കുന്ന അടിവയർ അവൾ ഒഴിച്ച് വീട്ടിലെല്ലാവരെയും ആനന്ദിപ്പിച്ചു. വീട്ടിൽ 2 കുഞ്ഞു കാലുകൾ. മീനുവേട്ടത്തിക്ക് സന്തോഷം. എത്രയോ വർഷങ്ങളുടെ പ്രതീക്ഷയാണ് പൂവണിയുന്നത്. രേവയുടെ ദുർമുഖമോ അനിഷ്ടമോ വകവയ്ക്കാതെ മീനുവേട്ടത്തി ഓടി ഓടി അവൾക്ക് അരികിലെത്തും. അവളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറ്റി കൊടുക്കും. രേവയ്ക്കിഷ്ടപ്പെട്ട പലഹാരങ്ങൾ, രേവയ്ക്കിഷ്ടപ്പെട്ട കറികൾ. മീനുവേട്ടത്തി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിലുള്ള അരുചി കുറഞ്ഞു. അതോടെ അമ്മണിയുടെ ജോലി കുറഞ്ഞു. 2 അടുക്കള ക്രമേണ അപ്രത്യക്ഷമായി. തല നിറയെ എണ്ണ പുരട്ടി ഇളം ചൂടുവെള്ളത്തിൽ രേവയെ കുളിപ്പിക്കുന്നതും മാസങ്ങളുടെ ക്രമമനുസരിച്ച് അവൾക്ക് വേണ്ട മരുന്നുകളും പഥ്യാഹാരങ്ങളും നൽകുന്നതും മീനുവേട്ടത്തിയുടെ ജോലിയായി. ഒരമ്മയുടെ പരിചരണമാണ് മീനുവേട്ടത്തിയിൽ നിന്ന് അവൾക്ക് ലഭിച്ചത്. മനഃപൂർവ്വം വെറുക്കാനും അകറ്റി നിർത്താനും ആഗ്രഹിച്ചിട്ടും പലപ്പോഴും ആ ശ്രമത്തിൽ രേവ പരാജിതയായി. കുഴമ്പ് തേച്ച് ശരീരത്തിൽ ചൂട് പിടിച്ചു തരുമ്പോൾ, ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കി നിർബന്ധിച്ച് തീറ്റിക്കുമ്പോൾ, സ്നേഹപൂർവ്വം മോളെ എന്ന് വിളിക്കുമ്പോൾ ആ മുഖത്ത് നോക്കാതിരിക്കാനും പുഞ്ചിരിക്കാതിരിക്കാനും അവൾക്ക് പ്രയാസമായി. ആ മുഖത്ത് നോക്കിയാൽ സ്നേഹിച്ചു പോവും. ഏട്ടത്തിയമ്മയുടെ സ്നേഹപ്രഭാവത്തെക്കുറിച്ച് വിനു പറയാറുള്ളത് അവൾക്കും ബോധ്യമായി. ഏതോ ഒരു ദിവസം സ്വയം അറിയാതെ ഏട്ടത്തിയമ്മേ എന്ന് വിളിച്ചുപോയി. ആദ്യമായിരുന്നു അത്. അടുത്ത നിമിഷം അവൾക്ക് ലജ്ജ തോന്നി. അമ്മണി നിൽക്കുന്നത് കൊടുക്കുന്ന ശമ്പളത്തിനുള്ള സ്നേഹവും പരിചരണവുമാണെന്ന് അവൾ അറിഞ്ഞു. മീനുവേട്ടത്തി നിൽക്കുന്നത് നിസ്വാർത്ഥമായ അനവദ്യമായ ഹൃദയ സൗന്ദര്യമാണ്. അമ്മയുടെയും സഹോദരിമാരുടെയും എല്ലാ സാമീപ്യവും ശുശ്രൂഷയും ആവശ്യമായ സമയം. എന്നിട്ടും ആരും തിരിഞ്ഞു കയറിയില്ല. എല്ലാവർക്കും പകരം മീനുവേട്ടത്തി ഒരാൾ മാത്രം. ഉറക്കത്തിൽ പേക്കിനാവ് കണ്ട് കരഞ്ഞാൽ വിനു അറിയുന്നതിന് മുമ്പേ വേഗം മീനുവേട്ടത്തി അറിയും. ഓടിയെത്തി വാതിൽക്കലിൽ മുട്ടി വിളിക്കും. ഗുരുവായൂരപ്പനോ ചോറ്റാനിക്കര അമ്മയ്ക്കോ നാണയം ഒഴിഞ്ഞ് കൈത്തണ്ടയിൽ കെട്ടിത്തരും. ആ സ്നേഹത്തെ തട്ടിയെറിയാൻ അവൾ അശക്തയായി. എന്നിട്ടും ചിലപ്പോഴെല്ലാം അവൾ കയർക്കും. തൻ്റെ അച്ഛനെ തന്നിൽ നിന്നും തട്ടി അകറ്റിയത് ഇവരെല്ലാം ചേർന്നാണ്. ഈ മീനുവേട്ടത്തി പോലും അന്ന് അച്ഛനെതിരെ മുദ്രാവാക്യം വിളിച്ചവളാണ്. എത്രയായാലും ഇവർ തനിക്ക് അച്ഛനേക്കാൾ, തൻ്റെ അമ്മയേക്കാൾ, കൂടപ്പുറപ്പുകളേക്കാൾ പ്രിയപ്പെട്ടവളാവുന്നില്ല. എല്ലാവരെയും എനിക്കറിയാം. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട. പലപ്പോഴും അവൾ പറഞ്ഞുപോയി. ഒരു പകലുറക്കത്തിൽ നിന്ന് അച്ഛനെ സ്വപ്നം കണ്ടുണർന്നപ്പോൾ മുന്നിൽ ചായക്കപ്പുമായി മീനുവേട്ടത്തി. അവൾ പൊടുന്നനെ മുഖം തിരിച്ചു. എനിക്ക് ആരുടെയും ചായ വേണ്ട. എന്തേ മോളെ? നിങ്ങൾ കാരണമാണ് എൻ്റെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചത്. എനിക്ക് വേണ്ടി അച്ഛൻ പലവട്ടം നാണം കെട്ടി ഇവിടെ വന്നതാണ്. എന്നിട്ടും നിങ്ങൾ നാട്ടുകാരെ കൂട്ടിച്ചേർത്ത് എൻ്റെ അച്ഛനെ അപമാനിച്ചു വിട്ടു. നിങ്ങളെ എനിക്കിനി കാണണ്ട. മീനുവേട്ടത്തി ശബ്ദിച്ചില്ല. തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനോ ഒരുങ്ങിയില്ല. സത്യം തെളിയിക്കാൻ കാലത്തെ ഏൽപ്പിച്ചു. രേവയ്ക്ക് കൂടെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നുകൊണ്ടിരുന്നു. തീരെ വയ്യാതാവുമ്പോൾ വിനയൻ അവളെ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകും. പരിശോധനകളുടെ അന്ത്യത്തിൽ യാതൊരു അസുഖവുമില്ലെന്നാവും ഡോക്ടർ പ്രഖ്യാപിക്കുക. ആഗ്രഹിക്കാത്ത സമയത്ത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഗർഭമാണോ അവളുടെ പ്രശ്നമെന്ന് അവനും സംശയമായി.
ഒരിക്കൽ മാറാത്ത തലവേദനയ്ക്ക് വേണ്ടിയാണ് പരിശോധനകളും ചികിത്സയും വേണ്ടി വന്നതെങ്കിൽ അടുത്ത തവണ കലശലായ വയറ്റുനോവിനായിരിക്കും. പിന്നീട് അനുഭവപ്പെടുക അസഹ്യമായ നെഞ്ചുവേദനയോ ശ്വാസമുട്ടലോ ആസ്മയുടെ ലക്ഷണങ്ങളോ ആവും. എന്നിട്ടും പരിശോധനയ്ക്ക് ശേഷം രോഗങ്ങളൊന്നുമില്ലെന്ന് വ്യക്തമാകും. പ്രസവത്തെ ഓർത്തുള്ള ഭീതിയാണോ അവളുടെ അസുഖകാരണമെന്ന് മീനുവേട്ടത്തി സംശയിച്ചു. അവർ ആവും വിധം അവളെ സമാധാനിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുവാനും ശ്രമിച്ചു. അറിയാവുന്ന സകല അമ്പലങ്ങളിലേക്കും വഴിപാടുകൾ നേർന്നു. കുട്ടേട്ടൻ്റെ ആവശ്യങ്ങൾ പോലും വീഴ്ച വരുത്തി രേവയെ ശുശ്രൂഷിച്ചു. ഒടുവിൽ ആശുപത്രിയെ ആശ്രയിക്കാതെ തന്നെ രേവ അമ്മയായി. ഓമനയായ ഒരാൺകുഞ്ഞ്. വീട്ടിൽ ഉത്സവദിനങ്ങൾ ആരംഭിച്ചു. രേവയുടെ മുഖം മാത്രം മൂടിക്കെട്ടിയിരുന്നു. കുട്ടിയുടെ പൂർണ്ണ ചുമതലയും മീനുവേട്ടത്തിക്കായിരുന്നു. അവനെ ഓമനിക്കാൻ കുട്ടേട്ടനും മീനുവേട്ടത്തിയും അനിയനും മത്സരിച്ചു. എന്നിട്ടും രേവയുടെ മാത്രം മുഖം തെളിഞ്ഞില്ല. സ്വന്തം കുഞ്ഞിനോട് പോലും താല്പര്യമില്ലാത്ത മട്ട്. അത് വിനയനെയും തളർത്തി. എത്ര ആലോചിച്ചിട്ടും വിനയന് കാര്യം മനസ്സിലായില്ല. രേവയുടെ മാനസിക നില ഊഹിക്കാനോ സങ്കല്പിക്കാനോ അവന് കഴിഞ്ഞില്ല. 56-ാം ദിവസം വിനയൻ മോനെ കുട്ടൻ എന്ന് പേര് വിളിച്ചു. കുട്ടേട്ടൻ അവന് പൊന്നരഞ്ഞാണം അണിയിച്ചു. അനിയൻ അവനെ തലയിലേറ്റി നൃത്തം വെച്ചു. വലിയച്ഛൻ്റെയും വലിയമ്മയുടെയും കൊച്ചച്ഛൻ്റെയും ലോകം അവന് സ്വർഗമായി. മോന് അമ്മയെയും അച്ഛനെയും വേണ്ടായിരുന്നു. പേരിടിയിൽ നാളിൽ അമ്പലത്തിൽ വഴിപാടുകളും വീട്ടിൽ സദ്യയും ഉണ്ടായിരുന്നു. ജാതിമത ഭേദമന്യേ ദേശത്തുള്ള എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. കുട്ടൻ്റെ മുന്നിൽ സമ്മാനപ്പൊതികൾ കുന്നുകൂടി. പേരിടിയിൽ സദ്യയുടെ സമയം. രേവ തല ചുറ്റി പന്തലിൽ വീണു. സന്തോഷം അലതല്ലിയിരുന്ന ഭവനം ഭീതിയുടെയും സംഭ്രമത്തിൻ്റെയും പിടിയിലായി. രേവയ്ക്ക് എന്തെങ്കിലും അപകടകരമായ രോഗം, അതായിരുന്നു ഭയം. ഏറ്റവും വിദഗ്ധനായ ഡോക്ടറുടെ പക്കൽ തന്നെ അവളെ എത്തിച്ചു. നീണ്ട പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പുഞ്ചിരിച്ചു. ഈ പെൺകുട്ടിക്ക് ശാരീരികമായി യാതൊരു അസുഖവുമില്ല. സംഗതി മാനസികമാണ്. നിങ്ങളീ കുട്ടിയെ നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കൂ. പ്രശസ്തനായ സൈക്യാട്രിസ്റ്റ് വളരെ പെട്ടെന്ന് രേവയുടെ രോഗം ഡയഗ്നൈസ് ചെയ്തു. സംഗതി തികച്ചും നിസ്സാരം. ഇഷ്ടമില്ലാത്ത, പൊരുത്തപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങളിലെ താമസവും ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വന്ന കുട്ടിയുമാണ് നിങ്ങളുടെ ഭാര്യയുടെ പ്രശ്നം. മകനെ വേണ്ടെന്ന് വെക്കാൻ ഇനി കഴിയില്ലല്ലോ. അതുകൊണ്ട് ഗ്രാമത്തിലെ നിങ്ങളുടെ പഴയ വീട്ടിൽ നിന്നും കുറേ നാളേക്കെങ്കിലും ഭാര്യയെ അവൾക്കിഷ്ടപ്പെട്ട എവിടേക്കെങ്കിലും മാറ്റി താമസിപ്പിക്കുക. അവൾക്ക് അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഒന്നും അടിച്ചേൽപ്പിക്കാതിരിക്കുക. വിനയൻ കുഴങ്ങി. മറ്റെവിടേക്കെങ്കിലും മാറ്റി താമസിപ്പിക്കണമെങ്കിൽ ഞാൻ എൻ്റെ സഹോദരങ്ങളുമായി പിരിയേണ്ടി വരും. ഡോക്ടർ പൊട്ടിച്ചിരിച്ചു. അല്ലാതെ പറ്റുമോ? അങ്ങനെയല്ലേ സാധാരണ എല്ലാവരും. ഇന്നത്തെ ഭാര്യമാർ പ്രൈവസി അല്ലെങ്കിൽ സ്വകാര്യത ആഗ്രഹിക്കുന്നു. വിവാഹം കഴിഞ്ഞാൽ ദമ്പതികൾ ഒരു പുതിയ കൂടുണ്ടാക്കുന്നതാണ് നല്ലത്. അതാണ് ഇന്നത്തെ പരിഷ്കാരവും. ഒരു കൂരയ്ക്ക് താഴെ ഒരു കുടുംബമേ പാർക്കാവൂ. ഒരു ഭാര്യയും ഭർത്താവും അവരുടെ കുട്ടികളും. കുട്ടികൾ വളർന്നു വലുതായി വിവാഹിതരായാൽ വീണ്ടും മറ്റൊരു കൂട് അവർക്കും വേണ്ടി വരും. ഞങ്ങളുടേതൊരു കൂട്ടുകുടുംബമാണ്. ആ സമ്പ്രദായം ഇന്നത്തെ പരിഷ്കൃത കുടുംബരീതി ശീലിച്ചവർക്ക് അസഹ്യമായിരിക്കും. കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ വളർന്ന സാഹചര്യത്തിലായിരിക്കില്ലല്ലോ നിങ്ങളുടെ ഭാര്യ വളർന്നത്. ഞങ്ങൾ വീട് വിട്ടു പോയാൽ ഏട്ടനും ഏട്ടത്തിയമ്മയും അതൊരു ഷോക്കാവും. അവർക്ക് കുട്ടികളില്ല. അനിയന്മാരാണ് അവരുടെ ഏക സ്വത്ത്. ഡോക്ടർ വീണ്ടും പൊട്ടിച്ചിരിച്ചു. മിസ്റ്റർ വിനയചന്ദ്രൻ, നിങ്ങൾ വിദ്യാസമ്പന്നനും ഉയർന്ന വൃത്തങ്ങളിൽ ചരിക്കുന്നവനുമായ ഒരു ചെറുപ്പക്കാരനാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഷെയിം. പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കും ഏട്ടൻ്റെയും ഏട്ടത്തിയമ്മയുടെയും ലോകത്തിനിപ്പുറത്തും ഒരു ലോകമുണ്ട്. സ്വന്തമായൊരു ലോകം. നിങ്ങൾ പറയുന്ന ഈ ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്ക് പോലുമുണ്ട് അവരുടേതായ ഒരു ലോകം. സ്നേഹം അടിമത്തമോ ആശ്രയമത്വമോ ആയി മാറരുത്. അപ്പോൾ ഞങ്ങൾ മാറി താമസിക്കുക മാത്രമേ ഉള്ളൂ ഒരു പ്രതിവിധി? അതെ. അതുകൊണ്ട് നിങ്ങൾ ഏട്ടനെയും ഏട്ടത്തിയമ്മയും പിരിയണമെന്ന് ഞാൻ പറയില്ല. അവരോട് എത്ര കഷ്ടപ്പാടും സ്നേഹവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി താല്പര്യമുള്ള ഒരു സ്ഥലത്ത് സൗകര്യപ്രദമായൊരു വീടെടുത്ത കുടുംബം മൊത്തം അങ്ങോട്ട് മാറുക. ഏട്ടനെയും ഏട്ടത്തിയെയും ഒപ്പം കൂട്ടിക്കൊള്ളൂ. പക്ഷേ ഭാര്യയ്ക്ക് ആവശ്യമായ സ്വകാര്യതയും സ്നേഹവും നൽകാൻ മറക്കരുത്. കൂടപ്പിറപ്പ് സ്നേഹം ഇണബന്ധത്തെ തടസ്സമാകരുത്. ആ നിർദ്ദേശം വിനയന് പ്രായേണ സ്വീകാര്യമായി തോന്നി. എങ്കിലും കനം തൂങ്ങിയ മനസ്സുമായാണ് അവൻ വീട്ടിൽ തിരിച്ചെത്തിയത്. വീണ്ടും ഒരാഴ്ച കൂടി എടുത്തു വിഷയം കുട്ടേട്ടന് മുന്നിൽ അവതരിപ്പിക്കാൻ.
ഈ നാട്ടിലെയും വീട്ടിലെയും അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതാണത്രേ രേവതിയുടെ പ്രശ്നം. ആ അസ്വാസ്ഥ്യം അവൾ പോലും അറിയാതെ രോഗമായി രൂപം പ്രാപിക്കുകയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇവിടെ നിന്ന് മാറി താമസിക്കുക മാത്രമേ പ്രതിവിധിയുള്ളത്രേ. കുട്ടേട്ടൻ ഒരാന്തലോടെ വിനയനെ നോക്കി. പട്ടണത്തിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് നമുക്ക് എല്ലാവർക്കും അവിടേക്ക് പോകാം. അപ്പോൾ ഈ വീടും പറമ്പും പാടശേഖരങ്ങളും ആര് നോക്കും? ഏട്ടന് സമ്മതമാണെങ്കിൽ നമുക്കിത് വിൽക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ വാടകയ്ക്ക് വീടെടുക്കേണ്ടി വരില്ല. ഇത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് പട്ടണത്തിൽ ഭേദപ്പെട്ടൊരു വീട് വിലയ്ക്ക് വാങ്ങാം. പാടവും പറമ്പും വിറ്റ്